മുൻപേ ഇതൊക്കെ കണ്ടറിഞ്ഞ് പെരുമാറേണ്ടതായിരുന്നു. അന്ന് അത് ചെയ്തില്ല. അതാ ഇന്ന് എന്റെ കയ്യിൽ ഒതുങ്ങാതെ ഇതൊക്കെ വഴുതി കളിക്കണത്. സംഖ്യ അങ്ങ് ഏൽപ്പിക്കേ വേണ്ടി വന്നുള്ളൂ. അവനാ മുമ്പിലിറങ്ങിയത്. ഇറങ്ങിക്കോട്ടെ, എനിക്കെന്താ. ഞാനത് അമ്മിണിയുടെ പേരിൽ എഴുതും. അവൾക്കും വേണമല്ലോ ഒരു കല്യാണം. ദാരിദ്ര്യം പറഞ്ഞ് എനിക്ക് ഇങ്ങോട്ട് വേല വെച്ച തിരിച്ച് അങ്ങോട്ട് വേല വെക്കാനും എനിക്ക് കഴിയും. എന്താ നങ്ങേലിക്ക് സംശയമുണ്ടോ? ഇല്ല. അതൊന്ന് മൂത്തോക്കി പറയൂ. ഇല്ല. എന്റെ അച്ഛൻ എന്നെ പോലെ തന്നെ ഒരു പാവായിരുന്നു. അച്ഛൻ സമ്പാദിച്ചത് ആ വീടും പറമ്പും. അമ്മ മരിച്ചപ്പോ ആ തള്ള അച്ഛനെ വശീകരിച്ചു. എന്തിനാ പാവ അമ്മയെ പറ്റി അനാവശ്യം പറയുന്നത്? അനാവശ്യല്ലടി, പരമാർത്ഥ. വശീകരണ ഭസ്മം പാലിൽ അരച്ചു കൊടുക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ഒരു കാര്യം ഓർത്തോ, ആണായിട്ടും പെണ്ണായിട്ടും ഞാൻ ഒറ്റ വിത്ത് എറിഞ്ഞിട്ടുള്ളൂ. അത് പെണ്ണായിട്ട് മുളയ്ക്കുകയും ചെയ്തു. അവളായി ഇപ്പൊ എന്റെ നേരെ യുദ്ധം ചെയ്യാൻ ഒരു ഉണക്കപ്രായമായിട്ട് വന്നിരിക്കുന്നത്. പിന്നെന്തിനാ ചെറുപ്പം മുതലേ കുട്ടിയേട്ടൻ എന്റെ ആണെന്ന് അച്ഛൻ പറഞ്ഞത്? ഞങ്ങളോട് ആരും അന്നെന്തേ കാണണ്ട, മിണ്ടണ്ട, സ്നേഹിക്കണ്ടെന്നൊന്നും പറയാതിരുന്നത്? ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് കുട്ടിയേട്ടൻ ജീവനാ. ചെറുപ്പത്തിൽ നിന്റേതാണെന്ന് പറഞ്ഞ അച്ഛൻ നിനക്ക് ഒരു ഓട്ടമുക്കാല് തന്നിട്ടുണ്ട്. നീ ഇപ്പോഴത് കെട്ടിപ്പിടിച്ച് നടക്കടി. വേലായുധം കുട്ടിയേട്ടൻ എന്തായാലും ഒരു ഓട്ടമുക്കാലൊന്നും അല്ലല്ലോ. എനിക്ക് ഇവിടെ നിങ്ങളുടെ അരിച്ചരിച്ചും മതി. നീ അപ്പുറത്ത് കാണും പോ. വളർന്ന് ഒരു കൊള്ളി ബിസ്കിന്റെ വലിപ്പമായുള്ളൂ. വർത്താനം കേട്ടാത്തൊന്നും ഉണ്ണിയാർച്ചയാന്ന്. നിന്റെ വളർത്തലിന്റെ ദോഷ. ഒന്നും പഠിക്കണ്ട, ഒരു പരീക്ഷയും പാസ്സാവണ്ട. എപ്പോ നോക്കിയാലും ഒടുക്കത്തെ ഒരു കുട്ടിയേട്ടൻ. അവനൊന്ന് ചത്തു കിട്ടിയ എനിക്കൊരിത്തിരി സമാധാനായി. ഈ അച്ഛൻ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ഒന്നും സാരമില്ല മോളെ, ഒക്കെ ശരിയാകും. ഞാൻ വേലായുധം കുട്ടിയെ ഒന്ന് കാണട്ടെ. പിന്നെന്തിനെല്ലാവരും കൂടെ എന്നെ മോഹിപ്പിച്ച്? ഞങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് എല്ലാവർക്കും തല്ലി പിരിഞ്ഞുകൂടായിരുന്നു. നീ ഒന്ന് ചിണുങ്ങായിരിക്കുന്നുണ്ടോ? ചിണുങ്ങാൻ മാത്രം ഇപ്പൊ ഇവിടെ എന്താ ഉണ്ടായത്? കടം വാങ്ങിയാൽ ആരും തിരിച്ചു ചോദിക്കും. നിന്റെ അച്ഛൻ പറഞ്ഞാലും കാര്യമുണ്ട്. അയ്യോ, ക്ലാസ്സിലെത്താൻ വൈകി. ഞങ്ങൾക്കിപ്പോ മലയാളം ക്ലാസ് എടുക്കുന്നത് കുട്ടിയേട്ടനാ. കൊച്ചു കൊച്ചു സ്വപ്നങ്ങൾ കണ്ടാണ് അവർ വളർന്നത്. അപ്പോഴൊക്കെയും സ്നേഹത്തിന്റെ സൂചിമനകൾ അവന്റെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങിയിരുന്നു. അവനൊരു കൊച്ച് അല്ല, ഇടത്തരം കളി വീടുണ്ടായിരുന്നു. അതവൻ പണയം വെച്ചു. തിരിച്ചടയ്ക്കാൻ കഴിവില്ലാതെ അവൻ ആ സുവർണഗ്രഹം കടക്കാരന് തന്നെ തിരിച്ചു നൽകേണ്ടി വന്നു. എങ്ങനെ യാത്ര പറയണം എന്നവൻ അറിയില്ലായിരുന്നു. എങ്കിലും അവൾ വരുമെന്ന് തന്നെ അവൻ കരുതി. പക്ഷെ വന്നില്ല. അവൾക്ക് വരാൻ കഴിഞ്ഞില്ല. അവൾ അപ്പോൾ അകലെ അകലെ അവളുടെ അച്ഛന്റെ തടവുകാരിയായിരുന്നു. കണ്ണീരല്ല ഒരു സ്ത്രീ പുറത്തു കാണിക്കേണ്ടത്, എന്തും നേരിടാനുള്ള ശക്തിയാണ്. വീട് മാറുമ്പോ കാണാതിരുന്നതിന് നായകൻ അവക്ക് മാപ്പ് കൊടുക്കും മാഷേ? തീർച്ച പറയാൻ പറ്റില്ല. അതിനി അവളുടെ സ്നേഹത്തിന്റെ ശക്തി പോലെ ഇരിക്കും. സ്ത്രീക്ക് ഒരിക്കലും സ്വാതന്ത്ര്യം ഉണ്ടാവില്ലേ മാഷേ? ഉണ്ടാവും. കാര്യങ്ങൾ വിചാരിച്ച പോലെ മുന്നോട്ട് പോയാൽ ഏറി വന്നാൽ ഒരു 6 മാസം അതിനുള്ളിൽ എന്തായാലും അവൾ സ്വാതന്ത്ര്യം നേടിയെടുക്കുക തന്നെ ചെയ്യും. നല്ല ആളാ അമ്മണി. ആൾത്തിറക്കി കാത്തുനിന്ന് വിചാരിച്ച് ഞാൻ അവിടെയൊക്കെ തിരഞ്ഞു. ഞാൻ കുറെ നേരം കാത്തു നിന്നു. കുട്ടിയേട്ടൻ വരാതിരുന്നപ്പോ പേടിയായി. എന്തിന്? എനിക്കറിയില്ല. എനിക്ക് എപ്പോഴും പേടിയാ കുട്ടിയേട്ടാ. ഇതിലിപ്പോ എന്തത്ര പേടിക്കാനുള്ളത്? നിന്റെ അച്ഛന്റെ പേര് ശങ്കരൻകുട്ടിയെന്നും എന്റെ പേര് വേലായുധൻകുട്ടിയെന്നുവാ. ഈ 2 പേരിലും കുട്ടികളുണ്ട്. കുട്ടികളായി തല്ലുകൂടില്ലേ? ഇതും അത്രയൊക്കെ ഉള്ളൂ. ഇത് വെറും തല്ലല്ലോ, ശരിക്കും യുദ്ധം തന്നെയാ. അല്ലെങ്കിൽ അച്ഛൻ കുട്ടിയേട്ടനെയും എല്ലാരും ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടില്ല. സാരമില്ല, കേറ്. അയ്യേ, ഞാനില്ല. അതൊന്നും വേണ്ട. എടി ബുദ്ധൂസേ, നമ്മള് തമ്മിൽ സ്നേഹത്തിലാന്നറിയാത്ത ഒറ്റ കുഞ്ഞു പോലും ഈ നാട്ടിലില്ല. ആര് കണ്ടാലും ഒരു കുഴപ്പമില്ല. വാ, കേറ്. ഈ സൈക്കിൾ എന്നെ എവിടം വരെ കൊണ്ടാക്കും? ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ജീവിതത്തിന്റെ അവസാനം വരെ കൊണ്ടാക്കും. ഞാൻ ടിക്കറ്റ് എടുത്തിട്ടില്ല. സാരമില്ല, അമ്മണിക്ക് എന്റെ ജീവിതത്തിലേക്ക് കിടന്നവരെ ടിക്കറ്റിന്റെ ആവശ്യമില്ല. യാത്ര മുഴുവൻ ഫ്രീയാ. വീടിന്റെ കടങ്കാരനെ ഇത്രയും നാൾ അമ്മാവന്റെ മുമ്പിൽ ശ്വാസം മുട്ടുകയായിരുന്നു. ഇനി കുഴപ്പമില്ല, പ്രശ്നം തീർന്നില്ലേ? കുട്ടിയേട്ടൻ ക്ലാസ് എടുക്കുന്നത് ഞാൻ അറിയാതെ അമ്മയോട് പറഞ്ഞുപോയി. അമ്മ അറിയുന്നത് നല്ലതാ. പക്ഷെ അമ്മാവൻ അറിഞ്ഞ അവിടെ വന്ന് ക്ലാസ് കേൾക്കും. അതോടെ ക്ലാസ് എടുക്കുമ്പോൾ നമ്മുടെ സംസാരവും തീരും. നമ്മുടെ കല്യാണം നടക്കുവോ കുട്ടിയേട്ടാ? അതെന്നേ നടന്നു കഴിഞ്ഞില്ലേ മോളെ?
ഇനി ഒന്ന് ജീവിച്ചു തുടങ്ങണം. അതിനുള്ള പങ്കപ്പാടല്ലേ ഇതൊക്കെ. ചെറുപ്പത്തില് നമ്മൾ ഉടുപ്പിന്റെ പിന്നാമ്പറം പിടിച്ച് തീവണ്ടി കളിച്ചത് കുട്ടിയേട്ടന് ഓർമ്മയുണ്ടോ? പിന്നെ ആ തീവണ്ടി പോയി തലകുത്തിന തോട്ടിലേക്ക് മറിഞ്ഞ അമ്മണിക്ക് ഓർമ്മയുണ്ടോ? അഹമ്മദീന്നതിന്റെ ഒക്കെ പേര്. അവന് ബുദ്ധിയില്ല. നിനക്കെങ്കിലും വേണ്ട ഒരു വീണ്ടും വിചാരം. അമ്മ ഇനി അതും ഇതും പറഞ്ഞ അവളെ വിഷമിപ്പിക്കണ്ട. സാരമില്ല മോളെ, ഇതൊക്കെ സാധാരണയാ. നല്ല സാധാരണയാ. ഇച്ചിരി കൂടി തെന്നി വന്നിട്ട് വീണെങ്കിൽ രണ്ടും ആശുപത്രിയിലായേനെ. കുട്ടിയേട്ടൻ വെട്ടിക്കുന്നാ ഞാൻ വിചാരിച്ചേ. അവന് വെട്ടിക്കാൻ അറിയില്ലടി. അതറിയുമെങ്കിൽ നീ ഇതിനു മുമ്പ് ഈ വീട്ടിലെത്തേണ്ടതല്ലേ. മതിയമ്മേ തോർത്തിയത്. അമ്മണിക്കുട്ടിക്ക് തലവേദന എടുക്കും. നീ ഒന്നും മിണ്ടാണ്ട്. ഇതിനെ മനസ്സറിഞ്ഞൊന്ന് കുളിപ്പിച്ച് തോർത്തിയിട്ട് കാലം എത്രയായി? അമ്മണിക്കുട്ടിയെ, നിന്റെ അച്ഛന്റെ വിചാരം അവൻ ദേവേന്ദ്രനാണെന്നാ. അവൻ വിചാരിച്ചോട്ടെ, നമുക്കെന്തല്ലേ മോളെ. മുത്തശ്ശി അച്ചാച്ചന് വശീകരണ ഭസ്മം കലക്കി കൊടുക്കുന്നത് അച്ഛൻ കണ്ടു എന്ന് പറഞ്ഞല്ലോ. നേരാണോ മുത്തശ്ശി? അവൻ അങ്ങനെ പറഞ്ഞു. അമ്മയോട് പറയുന്നത് ഞാൻ കേട്ടു. എന്ന് അവനോട് പറ, ആ ഭസ്മ ഇച്ചിരി കൂടി ബാക്കിണ്ടെന്ന്. അത് നിന്നെ കൊണ്ട് നിന്റെ കുട്ടിയേട്ടന് കലക്കി കൊടുത്തു എന്നും പറ. എന്താ എല്ലാരും കൂടി? എന്തു പറ്റി? അമ്മണിക്ക് വഴിക്ക് വെച്ച് തല ഇറങ്ങിയെന്ന് വീട്ടിൽ കൊണ്ടാക്കാന്ന് വെച്ച സൈക്കിൾ എടുത്ത്. നിന്റെ സൈക്കിൾ എന്താ ഈ നാട്ടിൽ ആംബുലൻസാ? സുഖമില്ലാത്തവർ വീട്ടിൽ കൊണ്ടാക്കാൻ? അല്ല. അതൊന്ന് മൂത്തോക്കി പറ. അല്ല. വാസു കണ്ടു പറ. സൈക്കിളിൽ പിടിച്ച് കയറ്റിക്കൊണ്ട് പോണത് ഞാൻ കണ്ടതാണല്ലോ. മീ ശിലവാസോ കളവ് പറയരുതട്ടോ. എന്താ ഒരു പെൺകുട്ടിയെ പട്ടാ പകലൊരു സൈക്കിളിൽ പിടിച്ച് കയറ്റിക്കൊണ്ടുവന്നൊക്കെ പറഞ്ഞ ഇതെന്താ വെളിരിക്കപ്പെട്ട? ഇപ്പൊ തലയിട്ടുണ്ടോ അമ്മണി? ഇപ്പൊ തലയിട്ടില്ല. പരസ്യമായിട്ടാണോടി അച്ഛനെ നേരെ പുറപ്പാട്. എന്നെ ധിക്കരിച്ച അരിഞ്ഞ് ഞാൻ പരുന്തിനിട്ട് കൊടുക്കും. വാസു ഓ അത് ചെയ്തോ. മതി മതി മതി. വേലായുധം കുട്ടി, നിന്റെ വേഷം കെട്ട് എന്നോട് എടുക്കണ്ട. നിന്നേക്കാൾ ഒരുപാട് ഓണം കൂടുതൽ ഉണ്ടവനാ ഞാൻ. ഓണം കൂടുതലുണ്ടെന്ന് വിചാരിച്ച് ബുദ്ധി വർദ്ധിക്കണമെന്നില്ല. ഒന്നും കൂടി ഞാൻ അമ്മാവൻ എന്ത് വേണേ ചെയ്യാം. ഒന്നുമില്ലെങ്കിലും എന്റെ അമ്മയുടെ അച്ഛനായി പോയില്ലേ. വാസു നടക്കടി. മോനെ ഇതെന്താ പിടിച്ചോ? ഇന്നലെ ഡെലിവറി കൊടുക്കേണ്ട വണ്ടിയാ, ഇതേവരെ സ്റ്റാർട്ട് ആയിട്ടില്ല. ഇത് എവിടെയാ വയ്ക്കേണ്ടത്? എവിടെ വയ്ക്കേണ്ടതെന്നോ? ഇത് ഊരാനല്ല മുറുക്കാനാ പറഞ്ഞത്. കള്ള് കുടിച്ചാ വയറ്റി കിടക്കണം. എന്നോട് ഇത് ഊരാനാ പറഞ്ഞത്. താൻ എന്ത് പോക്കൃതരോടോ ഈ കാണിക്കുന്നത്? ജീവിതത്തിനോ സ്റ്റിയറിംഗ് ഇല്ല. കള്ളും കുടിച്ച് ഉള്ള സ്റ്റിയറിംഗ് ഒരു കൈ പിടിച്ചാലോ? താൻ ആ ബോർഡ് കണ്ടോ? ഈ വർക്ക്ഷോപ്പിന് ഈ പേരിടാൻ തോന്നിയ ബുദ്ധിക്ക് വർക്കിക്ക് ഞാൻ ഒരു ബെൻസ് വാങ്ങിച്ചു തരണുണ്ടും. തന്നെ എന്നെയൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ടാ ഈ പേരിട്ടത്. നേരാവണ്ണം പണി അറിയാവുന്ന ഒറ്റ ഒരുത്തൻ ഈ വർക്ക്ഷോപ്പിലുണ്ടോ? പിന്നെയൊക്കെ ദൈവത്തിന്റെ ഒരു സഹായത്തിൽ അങ്ങനെ നടന്നു പോവുക. ആ സഹായത്തിൽ താനായിട്ട് വെള്ളം ചേർക്കരുത്. ഇടത്തോട്ട് തിരിച്ചല്ലേ ഊരിയത്, ഇനി വലത്തോട്ട് തിരിച്ചാൽ മതി, മുറുകിക്കോളും. ചെല്ലേ. എന്ത് ഇത്തവണ വെടി വിളിച്ചെടുത്തപ്പോ ഈ നാട്ടിൽ ഭക്തന്മാർ ഇത്രയും കുറവാണെന്ന് കരുതിയില്ലേ വേലായുംകുട്ടി? എന്തിനാ അതെല്ലാം കൂടി വലിച്ചുവരി കേൾക്കുന്നത്? തെങ്ങേ കയറുമ്പോ ചെത്തുകാരൻ കുഞ്ഞാപ്പൂ, കല്യാണത്തിന് പോയ ബ്രോക്കർ കുഞ്ഞാപ്പൂ, ദേ ഇവിടെ വെടിക്കാരൻ കുഞ്ഞാപ്പൂ. ഏതെങ്കിലും ഒന്നു പോരെ? ജീവിക്കണ്ടേ? ഇതെല്ലാം കൂടി നടത്തിയിട്ടൊന്നും ജീവിക്കാൻ പറ്റുന്നില്ല. നീ ഒരു കാര്യം ചെയ്യ, അമ്മിണിക്കുട്ടറെ പേരിൽ ഒരു 4 ഷീട്ട് എഴുതിക്ക്, എന്റെ ലേലത്തൊക്കെ ഒന്ന് ഒത്തോട്ടെ. അവൾ അങ്ങനെ ദൈവത്തെ വെടിവെച്ച് വീഴ്ത്താറില്ല. ദൈവം താനെ ഇറങ്ങി വരാറാ പതിവ്. ഏൽപ്പിച്ച് 21 വെടിയും കുഞ്ഞാപ്പ് വെച്ചിട്ടുണ്ട്. ദക്ഷിണൊന്നും കിട്ടിയില്ല. 20 കേട്ടുള്ളൂ.
ആ കണ്ട എന്നെ ദക്ഷിണൊന്നും കിട്ടിയില്ലെങ്കിലും പ്രശ്നമല്ല, കുഞ്ഞാപ്പ് നുണ പറയില്ല. ഒക്കെ യോഗ അന്ന് വിചാരിച്ചാ മതി വേലായുധം കുട്ടി. എത്ര സ്നേഹത്തോടെ കഴിഞ്ഞവരാ നമ്മളൊക്കെ. സ്നേഹത്തിന് അല്ലെങ്കിൽ കുറവൊന്നുമില്ല അമ്മായി, പിന്നെന്താ? പുന്നാരിച്ചത് മതി, നടക്കടി. അമ്മായി പോയിക്കോളൂ, ഞാൻ ഒരു കുഴപ്പത്തിനുമില്ല. ഓരോ പ്രശ്നങ്ങൾ ഞാനായിട്ട് ഉണ്ടാകുമ്പോഴും അമ്മ പറയാറുണ്ട് അമ്മാവന്റെ ഹാർട്ട് വീക്കാണെന്ന്. അതേടാ, എന്റെ ഹാർട്ട് വീക്കാ. പക്ഷേ അതൊന്നും നീ മുള്ളിയ ഉണങ്ങിപ്പോകുന്ന തകരയല്ല, ഉരുക്ക്. അറിയാം, അതാണല്ലോ അമ്മാവന് തീരെ മനുഷ്യപ്പറ്റില്ലാതായി പോയത്. ഒന്നങ്ങോട്ട് തന്നമ്മോ. കുട്ടിയേട്ടനൊന്ന് വഴക്കടിക്കാണ്ട് പോകുന്നുണ്ടോ? എനിക്ക് വയ്യ. നടക്കടി, നടക്ക. ആ ആ